നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ആദ്യത്തെ എമിറാറ്റി ബഹിരാകാശ യാത്രികനെ ചാന്ദ്ര ഭ്രമണപഥത്തിൽ എത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് UAE. ഗേറ്റ്വേ ചാന്ദ്ര ബഹിരാകാശ നിലയത്തിലെ പങ്കാളിത്തത്തിനായുള്ള കരാറിൽ തന്ത്രപ്രധാനമായിട്ടുള്ള സഹകരണ കരാറിലാണ് ഇപ്പോൾ UAE ഒപ്പുവച്ചിരിക്കുന്നത്. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂമാണ് ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററും യൂറോപ്യൻ എയ്റോസ്പേസ് കമ്പനിയായിട്ടുള്ള തേൽസ് അലീനിയ സ്പേസും തമ്മിലാണ് സഹകരണ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. കരാർ ഒപ്പുവച്ചതിന് ശേഷം അദ്ദേഹം തന്നെ ഈ സന്തോഷം പങ്കുവച്ച ട്വിറ്ററിൽ കുറിപ്പ് പങ്കുവെക്കുകയായിരുന്നു. UAEയുടെ ബഹിരാകാശ പര്യവേഷണ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ് ഇതെന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ പങ്കാളിത്തം ലൂണാർ ഗേറ്റ്വേ സ്പേസ് സ്റ്റേഷനിൽ രാജ്യത്തിന്റെ പങ്കിൽ തേൽസ് അലീനിയ സ്പേസ് ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള പങ്കാളിയായി മാറുമെന്നും അദ്ദേഹം പറയുന്നു. ഈ പാത തുറക്കുന്ന പദ്ധതി മനുഷ്യ ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമാകുമെന്നും ആദ്യത്തെ എമിറാത്തി അറബ് ബഹിരാകാശ യാത്രികന് ചാന്ദ്ര ഭ്രമണപഥത്തിൽ പ്രവേശിക്കാൻ വഴിയൊരുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചന്ദ്രനിൽ മനുഷ്യരാശിയുടെ സ്ഥിര സാന്നിധ്യം സ്ഥാപിക്കുന്നതിനും ഭാവിയിലെ ഗ്രഹദൌത്യങ്ങൾ സാധ്യമാക്കുന്നതിനുമുള്ള ഒരു സുപ്രധാനപ്പെട്ട ചുവടുവയ്പ്പിനെ പ്രതിനിധീകരിക്കുന്ന ഈ പദ്ധതിയിൽ UAEയുടെ പങ്കാളിത്തത്തിന് മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രം നേതൃത്വം നൽകുകയാണ്. കണ്ടെത്തലിന്റെയും പര്യവേഷണത്തിന്റെയും അതിരുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങളുടെ അന്താരാഷ്ട്ര പങ്കാളിയായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, കാനഡ, യൂറോപ്യൻ യൂണിയൻ എന്നിവയുമായി ചേരുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അബുദാബിയിലെ ഗസർ അൽ വദനിൽ നടന്നിട്ടുള്ള ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹിയാനും പങ്കെടുത്തിരുന്നു. കരാർ പ്രകാരം ഗേറ്റ്വേ ചാന്ദ്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രഷർ ഇക്വലൈസേഷൻ യൂണിറ്റിന്റെ വികസനത്തിൽ തേൽസ് അലീനിയ സ്പേസ് ഒരു തന്ത്രപ്രധാനമായ പങ്ക് തന്നെയായിരിക്കും വഹിക്കുക. ഗേറ്റ്വേ ചാന്ദ്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രഷർ ഇക്വലൈസേഷൻ യൂണിറ്റിന്റെ വികസനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിലൂടെ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ആഗോള സാന്നിധ്യം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും അതാണ് ലക്ഷ്യമെന്നും UAE വ്യക്തമാക്കുന്നു. നാസയുടെ ആർടെമിസ് പ്രോഗ്രാമിന്റെ ഒരു പ്രധാന ഘടകമാണ് ഗേറ്റ്വേ. ചാന്ദ്ര ബഹിരാകാശ നിലയം ചന്ദ്രനെ പരിക്രമണം ചെയ്യുന്ന ആദ്യത്തെ ബഹിരാകാശ നിലയമായിരിക്കും ഇത്. അന്താരാഷ്ട്ര വാണിജ്യ പങ്കാളികളുമായി സഹകരിച്ച് നിർമ്മിച്ച ഇത് ബഹിരാകാശ യാത്രികർക്ക് ആവശ്യ പിന്തുണ പ്രവർത്തനങ്ങളൊക്കെ നൽകുമെന്നും ഇത് അവരുടെ ദൌത്യങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കാൻ സഹായിക്കുമെന്നുമാണ് പറയുന്നത്. ചന്ദ്ര പര്യവേഷണത്തെയും ചൊവ്വയിലേക്കുള്ള ഭാവി ദൌത്യങ്ങളെയും കുറിച്ചുള്ള പ്രോഗ്രാമിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായി ദീർഘകാലത്തേക്ക് ബഹിരാകാശ യാത്രികരെ ആതിഥേയത്വം വഹിക്കുകയും ചന്ദ്രോപരിതലത്തിലേക്കുള്ള ദൌത്യങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും സൗരോർജ്ജ കോസ്മിക് വികിരണങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.